ലെനോവോയുടെ ലെനോവോ ടാബ് പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് പ്ലസ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ സ്പീക്കേഴ്സ് ആണ്. JBL ട്യൂൺ ചെയ്തിട്ടുള്ള 8 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സ്പീക്കേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാവുന്ന, അതായത് മറ്റ് ഡിവൈസുകളിൽ പ്ലേ ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഈ ഒരു ടാബിൽ കേൾക്കാവുന്നതാണ്. പിന്നെ 3.5 ഓഡിയോ ജാക്ക് ഒക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11.5 ഇഞ്ചിന്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. 24,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ഇപ്പോൾ ഫോണുകളുടെ ഒക്കെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ നമുക്ക് LCD ഡിസ്പ്ലേ തന്നെയാണ് കിട്ടാറ്. അത് ഓക്കെയാണ്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 650 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.77 mm ആണ്. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടാബിൽ ലെനോവോ ടാബ് പെൻ പ്ലസ് അതിന്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സ്റ്റൈലിസ് പെന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടാബിന്റെ ലൂണ ഗ്രേ എന്നൊരു കളർ വേരിയന്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. 24,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു പ്രോസസ്സർ ഒന്നുമല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. പിന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമൊക്കെ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 8 MP ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും 8 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഇതൊക്കെ ഓക്കെയാണ്. ടാബ് എന്ന് പറയുന്നത് പൊതുവേ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫീച്ചേഴ്സ് ഓക്കെയാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8600 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് $289.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 24,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാക്കി ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി നല്ലൊരു പ്രോസസ്സർ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ടാബ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും നല്ല സ്പീക്കേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ്. പക്ഷേ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ചിലപ്പം ഈ ടാബിന്റെ വില ഇത്രയും കൂടുതൽ വന്നോളണം എന്നില്ല. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ടാബ് നമുക്ക് ലഭിച്ചേക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ലെനോവോയുടെ ലെനോവോ ടാബ് പ്ലസ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.